ഗുഡ് ഈവനിങ് മാറ്റിനി പ്രിവിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുക്കുറളിന്റെ 14-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തിരുവള്ള നയനാർ അദ്ദേഹം എഴുതിയ ഒരു അമൂല്യ കൃതിയാണ് തിരുക്കുറൾ. തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്നിങ്ങനെ പേരുകൾ അറിയപ്പെടുന്ന തിരുക്കുറൾ 133 അധ്യായങ്ങളിലായി 1330 കുറളുകൾ അല്ലെങ്കിൽ ഈരടികളാണ് അതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ അധ്യായത്തിനും തനതായ വിഷയം സൂചിപ്പിക്കുന്ന പേര് നൽകിയിരിക്കുന്നു. ദൈവസ്തുതി, സന്യാസം, ധർമ്മം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങൾ കൃത്യമായി വിവരിക്കുന്നു. തിരുക്കുറളിന് അറം, പൊരുൾ, ഇമ്പം എന്നിങ്ങനെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഇതിന്റെ 13 അധ്യായങ്ങൾ. ഓരോ അധ്യായങ്ങളും നമ്മുടെ സാമാന്യ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. വളരെ ചിന്തനീയമായ വിഷയങ്ങളാണ്. വളരെ ലഘുവായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മോഹൻദാസ് സാറിന്റെ പരിശ്രമത്തിലും അതുപോലെ തന്നെ ജോഷി സാറിന്റെ ഒക്കെ ചേർന്ന് നമ്മൾ ഈ തിരുക്കുറൾ എന്ന് പറയുന്ന ആ മഹാപുസ്തകത്തെ നമ്മുടെ സാമാന്യ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു തരുന്ന മോഹൻദാസ് സാറിനെയും അതുപോലെ ജോഷി സാറിനെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട്, മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഏവർക്കും നമസ്കാരം. ഇന്ന് മാഗ്നി പ്രീ വെബിനാറിന്റെ 1261 ദിവസമാണ്. ബാബു കേരളത്തിന്റെ ഒരു ഉദ്യമം 1261 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തിരുക്കുറളിന്റെ 14-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. തമിഴില് ഒഴുക്കം ഉടൈമൈ എന്നും മലയാളത്തിൽ സദാചാരം അല്ലെങ്കിൽ ആചാരം എന്നതിലും ഈ അധ്യായം അറിയപ്പെടുന്നു. ആദ്യത്തെ കുറൾ ഒഴുക്കം വിഴുപ്പം തരലാൻ ഒഴുക്കം ഉയിരിനും ഓമ്പപ്പെടും. പദം വിരിച്ച് പറയുകയാണ്. ഒഴുക്കം സദാചാരനിഷ്ഠയോടുള്ള ജീവിതം, വിഴുപ്പം തരലാൻ ക്ഷേമ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതാകയാൽ, ഒഴുക്കം ആ സദാചാരം ഉയിരിനും ജീവനേക്കാളും ഓമ്പപ്പെടും, ശ്രേഷ്ഠമായി മതിക്കപ്പെടും. ഒഴുക്കം എന്ന് പറയുന്ന ആ വാക്കിന് സദാചാരനിഷ്ഠയോടുള്ള ജീവിതം എന്ന് ആദ്യം പറയുന്നുണ്ട്. രണ്ടാമത് പറയുമ്പം ആ സദാചാരം തന്നെ എന്ന് എടുത്തു പറയുന്നുണ്ട്. സദാചാരനിഷ്ഠയോടുള്ള ജീവിതം ക്ഷേമ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതാകയാൽ ആ സദാചാരം ജീവനേക്കാളും ശ്രേഷ്ഠമായി മതിക്കപ്പെടും. മലയാളത്തില് ക്ഷേമപ്രദം സദാചാര അതിന്മൂലം ജീവനേക്കാൾ അത് ശ്രേഷ്ഠം എന്ന് കവി രമേശൻ നായരും അത് പറയുന്നുണ്ട്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ആചാരം എല്ലാവർക്കും മേന്മ തരുന്നതിനാൽ ആ ശീലത്തെ ജീവനിലും ഉയർന്നതായി കരുതണം. ഓക്കെ, ജോസി സാർ. ഓക്കെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കുറളാണ് ഇന്നത്തേത്. സദാചാരം. എല്ലാ സദാചാരവും ആചാരങ്ങളാണ്. വലിയൊരു ആചാരമായ തിരുവോണത്തിന്റെ പടിവാതിക്കലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് അതിൻ്റെ തന്നെ ഒരു മനോഹരമായ ആചാരം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. തിരുവോണത്തോണി. തിരുവോണത്തോണി പുറപ്പെട്ടു കഴിഞ്ഞു. ആറന്മുള ഭഗവാനുള്ള
തിരുവോണ സദ്യ ഒരുക്കാനുള്ള കാണിക്കയുമായി കാട്ടൂർ മനയിൽ നിന്നും പട്ടതിരിപ്പാട് മീനച്ചിലാറ്റിലൂടെ വേമ്പനാട്ടുകായലിലൂടെ പമ്പാ നദിയിലൂടെ ആറന്മുളയിലേക്കുള്ള ഒരു ആചാരയാത്രയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ നമ്മുടെ ഈ കുറൾ പഠിക്കുമ്പോൾ ഇത് ഒത്തുവന്നത് ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ഒന്നാമത്തെ കുറൾ അതിൽ പറയുന്നു, ഒഴുക്കും വിഴുപ്പും തരലാൻ ഒഴുക്കം ഉയിരിനും ഓമ്പപ്പെടും. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതാണ് 4 ചതുരാശ്രമങ്ങൾ. ഈ 4 ചതുരാശ്രമങ്ങളിലും പൊതുവായി പരമപ്രധാനമായി പാലിക്കേണ്ട ഒന്നാണ് സദാചാരം. ആചാര നിഷ്ഠയെ കുറിച്ചൊക്കെ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ നന്നായി ചർച്ച നടന്നിട്ടുണ്ട്. ആചാരം പാലിക്കണോ പാലിക്കണ്ടയോ, ചിലപ്പോൾ വിവാദം വരെ ആകാൻ സാധ്യതയുള്ളതുമാണ്. സദാചാര നിഷ്ഠ സർവക്ഷേമ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഉത്തമ ഗുണമാകയാൽ ജീവനേക്കാൾ പ്രാധാന്യത്തോടെ ഇതിനെ കരുതണം. ഇതാണ് തിരുക്കുറളിന്റെ സന്ദേശം. ആചാരം പാലിക്കണമോ എന്നുള്ളത് വളരെ പാലിക്കണം എന്നുള്ളത് വളരെ കണിശമായി പറയുകയാണ്. ഒരുവൻ തന്റെ ജീവനെ എത്രമാത്രം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്, നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവൻ. അതുപോലെ ആചാരത്തെ പരമപ്രധാനമായി കരുതണം. അതാണ് ഇന്നത്തെ ഈ കുറലിലെ ഒന്നാമത്തെ ഖണ്ഡികയുടെ അർത്ഥമായി വരുന്നത്. ഈ ആചാര നാളിൽ നമുക്ക് ഓർക്കാം. ഓവർ. Sabu sir. Yes, as ritual gives good to all, it should be larger than life. Okay, sir. Number 2. 132 കുറൾ. പരിന്തോമ്പി കാക്ക ഒഴുക്കം തെരിന്ത് ഓമ്പി തേരിനും അകതെ തുണൈ. രൂപല്ല, രീയാണ്. പരിന്ത് എന്ന് വെച്ചാൽ എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എന്നുള്ള മീനിങ്ങിലാണ്. പരിന്ത് അതിനോട് പ്രാസം ഒപ്പിച്ച് ഇങ്ങറ്റത്ത് വരുന്നുണ്ട്. തെരിന്ത്, പരിന്ത്, തെരിന്ത്. ആദ്യം വാക്കെടുക്കുകയാണെങ്കിൽ ഒഴുക്കം, രണ്ടാമതായിട്ട് പരിന്ത്, ഓമ്പി. ഒഴുക്കം ആചാരത്തെ, ഓമ്പി ഒന്നുകൊണ്ടും കുറവ് വരാതെ ശ്രദ്ധിച്ച്, പരിന്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് കൊണ്ടായാലും അതിനെ കാത്തു സൂക്ഷിക്കുക. ഒന്നുകൂടി, ഒഴുക്കം, ഓമ്പി, പരിന്ത്, കാക്ക. എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും സദാചാരത്തെ സൂക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക. അങ്ങനെ പല ധർമ്മങ്ങളെയും നമ്മളെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പോലെ സദാചാരത്തെ ചെയ്യുകയാണെങ്കിൽ തെരിന്ത് ആരാഞ്ഞ് അവയിൽ സ്വർഗസ്ഥ ജീവിതത്തിന് കൂടി തുണയാകുന്നത് ഏത് എന്ന് കണ്ടറിഞ്ഞ്, വീണ്ടും ഓമ്പി ചിത്തത്തെ സംയമനം ചെയ്ത്
പേരിനും ചിന്തിച്ച് അറിഞ്ഞാലും തുണയായി ഭവിക്കുന്നത് അകതെ ആ സദാചാരം തന്നെയാണ്. ഒന്നുകൂടി വായിക്കുകയാണ്. ആദ്യം ഒഴുക്കം ഓമ്പി പരിന്ത് കാക്ക. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും സദാചാരത്തെ ഒന്ന് കാത്തു സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ അത് ജീവിതം മുഴുക്കെ ഒരു തുണയായി നമുക്ക് കൂടെ ഉണ്ടാകും. എന്തു ത്യാഗം സഹിച്ചിട്ടായാലും ശരി സദാചാര നിഷ്ഠ പുലർത്തണം. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഉയർന്നത് സദാചാര പാലനമാണെന്ന് കാണാം. ചിന്തിച്ച് അറിയാൻ മുതിരുമ്പോൾ ഇഹത്തിലും പരത്തിലും അത് തന്നെയാണ് തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാകും. ഒന്നുകൂടി വായിക്കുകയാണ്. പരുന്തോമ്പി കാക്ക ഒഴുക്കം, പെരുന്തോമ്പി തേരിനും അകതെ തുണൈ. ശ്രദ്ധയോട് കാക്കണം ആ ആചാരം, ഇഹപര സിദ്ധിക്ക് തുണയത് മാത്രം എന്ന് രമേശൻ നായരും അത് പറയുന്നു. പരുന്തോമ്പി കാക്ക ഒഴുക്കം, തെരുന്തോമ്പി തേരിനും അതേ തുണൈ. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും സദാചാരനിഷ്ഠ പാലിക്കണം. സകല ധർമ്മങ്ങളിലും ഉന്നതമായതും ഇത് തന്നെയാണ്. ഇഹത്തിലും പരത്തിലും ഒരാൾക്ക് ഗുണമായി ഭവിക്കുന്നത് ഇതുതന്നെയാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഓവർ. In every perspective, ritual helps life. Though any difficulty, rituals must be practiced. ஒழுக்கம் உடைமை குடிமை. ஒழுக்கம் உடைமை குடிமை. ഇഴുക്കും ഇഴിந்த പിറപ്പായി വിടും. ഇവിടെ കുലമഹിമയെ കുറിച്ചാണ് കവി പറയുന്നത്. വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അതായത് കുലമഹിമ എന്ന് പറയുന്നത് സദാചാരം തന്നെയാണ്. എല്ലാ പേർക്കും ഒഴുക്കം ഉടൈമൈ, അവരവരുടെ വർണ്ണത്തിന് വിധിക്കപ്പെട്ട സദാചാര നിഷ്ഠ കുടിമൈ കുലമഹിമയെ കാണിക്കുന്നുണ്ട്. ഇഴുക്കം ആ ആചാരത്തിൽ നിന്നുള്ള വ്യതിചലനം. ഇഴിந்த പിറപ്പായി വിടും, സത്കുലത്തിൽ തന്നെ ഉണ്ടായ ഹീനജന്മം ആക്കി തീർക്കും. ഒഴുക്കം ഉടൈമൈ കുടിമൈ. കുലമഹിമ എന്ന് പറയുന്നത് സദാചാരം. ഇത് ഇല്ലാത്ത എല്ലാം ഇഴുക്കം ഇഴിந்த പിറപ്പായി വിടും. ആ ജനിച്ച ആ കുലത്തിന് തന്നെ തിന്മയായി മാറും. ആരെ സംബന്ധിച്ചായാലും ശരി, അവനവൻ പിറന്ന കുലത്തിന്റെ ധർമ്മം തന്നെയാണ് സദാചാരം. പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഏത് കുലത്തിനും ശ്രേയസ്സേ വരൂ. ആ അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചാൽ സത്കുലധർമ്മമായ ആചാരം കളഞ്ഞ് കുളിച്ചതിന്റെ പേരിൽ ഹീനനാവൂ. അതുകൊണ്ട് ആചാരം പാലിക്കുന്നവൻ ഉത്തമൻ, അല്ലാത്തവൻ അധമൻ. ഹീനകുലത്തിലാണ് പിറന്നതെങ്കിലും ആചാരം കൊണ്ട് ഉയരുന്നവൻ ഉത്തമനാകാം. ശ്രേഷ്ഠ കുലജാതനാണെങ്കിലും ആചാരം പിഴച്ചിട്ട് ഹീനനും ആകാം. കവി രമേശ് നായർ പറയുന്നത് സൽകുലധർമ്മം സദാചാരം. വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സൽകുലധർമ്മം സദാചാരം പിഴയ അതി ഉൾച്ചേർന്നാൽ ഹീനമാം ജന്മം. അതിൽ എന്തെങ്കിലും ഒരു പിഴ വന്ന് ഭവിച്ചാൽ ആ ജന്മം തന്നെ ഹീനമായി മാറും. ഒഴുക്കം ഉടൈമൈ കുടിമൈ ഇഴുക്കം
ഇഴந்த പിറപ്പായി വിടും. സൽക്കരധർമ്മം സദാചാരം പിഴയതിലുൾ ചേർന്നാൽ ഹീനമാ ജന്മം. ഏതൊരാളും അയാൾ ജനിച്ച കുലത്തിന്റെ മഹിമയും ആചാരവും പാലിക്കണം. പരമ്പരാഗത ആചാരങ്ങൾ പാലിക്കുന്നവന് നന്മ മാത്രമേ വരൂ. അതാണ് സദാചാരത്തിന്റെ മേന്മ. താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ നിർണയിക്കുന്നത് അവൻ പുലർത്തുന്ന സദാചാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ജാതിപരമായ ഉന്നതിയെക്കുറിച്ചല്ല ഇവിടെ സംഭാഷിക്കുന്നത്. ഒരാൾ ഉന്നതനാകുന്നത് അവൻ പാലിക്കുന്ന സദാചാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഉയർന്നവരെന്ന് ഗണിക്കുന്നവർ മോശമായി പെരുമാറിയാൽ അവൻ ഹീനനാണ്. ആചാരം പാലിക്കുന്നവൻ ഉത്തമനാണ്. അതുകൊണ്ട് തന്നെ ആചാരം പാലിക്കാത്തവൻ അധമനായി തീരുന്നു. പുരോഗമന ചിന്തയോ കാലമോ ഒക്കെ വന്നാലും ഇതിന്റെ എസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓവർ. ஒழுக்கம் உடைமை குடிமை இழுக்கம் இழிந்த பிறப்பாய் விடும். Practice of rituals is reckoned as legacy of claim. Breaking of rituals is considered as of bad birth. 134. ഖുറാൻ 134. നമ്മുടെ ഒരു പുതിയ വാക്കാണ്. നമ്മൾ മലയാളത്തിലുള്ള വാക്ക് തന്നെയാണ്. നമ്മുടെ ഈ വേദം ഓതുക അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ സത്ഗ്രന്ഥങ്ങൾ ഓതുക എന്ന് പറഞ്ഞാൽ ചൊല്ലുക എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഓതുവാൻ എന്നുള്ളൊരു ആ വേദം ഓതുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന ആളിനെ നമ്മൾ പറയുന്ന ഓതുവാർ എന്ന് തമിഴിൽ പറയുന്നുണ്ട്, മലയാളത്തിൽ ഓതുവാൻ എന്ന് പറയുന്നുണ്ട്. പള്ളിയിലും അതിന് പറയുന്നത് പാരായണം ചെയ്യുന്നവൻ. അതുപോലെ ഓത്തുപള്ളി എന്നുള്ളത് കേട്ടിട്ടുണ്ട് തോന്നുന്നു. ഇങ്ങനെ പാരായണം ചെയ്യുന്ന സ്ഥലം എന്നുള്ള മീനിങ്ങിൽ വരാം. ആ വാക്കുകൂടെ വരുന്നുണ്ട്. മറപ്പിനും ഓത്ത് കൊളലാകും, പാർപ്പാൻ പിറപ്പൊഴുക്കം കുன்றക്കെടും. അതായത് പണ്ട് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകുന്ന വ്യവസ്ഥയാണ് 4 രീതിക്കുള്ള വർണ്ണ ഇതിൽ പറഞ്ഞത്. അവർ ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ളത്. അതായത് മന്ത്രങ്ങളും അല്ലെങ്കിൽ വേദങ്ങളും ഓതുന്നവൻ ബ്രാഹ്മണൻ എന്നല്ലെങ്കിൽ അന്തണൻ എന്നാണ് തമിഴിൽ പറയുന്നത്. അന്തണൻ എന്ന് പറഞ്ഞാൽ ആ വേദമന്ത്രങ്ങൾ കൂടി ജീവിച്ചു പോകുന്നവർ. അതില് ആ വേദം പറയുന്നതിൽ ഇല്ലെങ്കിൽ ഒരു യാഗം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പഠിച്ചതിൽ തെറ്റിയിട്ടുണ്ടെങ്കിലോ വീണ്ടും ഒന്നുകൂടി പഠിച്ചാൽ ആ തെറ്റ് തിരുത്താൻ ആകും. പക്ഷേ അയാള് സദാചാരത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ആ കുറവ് ഒരിക്കലും നീർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അത് ചെയ്യുന്ന തൊഴിൽ എന്തെങ്കിലും പിഴ വന്നാൽ പോലും അതിനെ നമുക്ക് നിവർത്തി ചെയ്യാനുള്ള ഒരു സന്ദർഭമുണ്ട്. പക്ഷെ സദാചാരത്തിൽ നിന്ന് മാറിയാൽ അത് നാശത്തിലേക്ക് കൊണ്ടു ചെല്ലുകൊള്ളൂ എന്നാണ്. അതാണ് കവി പറയുന്നത്. മറപ്പിനും, അത് ആദ്യത്തെ വാക്ക് ഓത്ത്. ഓത്ത് വേദം ചൊല്ലൽ. മറപ്പിനും മറന്നുപോയാലും കൊളലാകും, ഗ്രന്ഥം നോക്കിയോ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടോ വീണ്ടും ഓർമ്മിച്ച് ചൊല്ലാൻ കഴിയും. എന്നാൽ പാർപ്പാൻ അന്തണന്റെ പിറപ്പ് ഉയർന്ന കുലസ്ഥിതി ഒഴുക്കം കുന്റെ ആചാര ഭ്രഷ്ട് സംഭവിച്ചാൽ കിടും, നശിക്കും. വേദം ചൊല്ലൽ മറന്നുപോയാലും ഗ്രന്ഥം നോക്കിയോ
പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടോ വീണ്ടും ഓർമ്മിച്ച് ചൊല്ലാൻ കഴിയും. എന്നാൽ അന്ധനന്റെ ഉയർന്ന കുലസ്ഥിതി ആചാര ഭ്രഷ്ട് സംഭവിച്ചാൽ നശിക്കും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, വേദം മറന്നുപോയാലും ഗ്രന്ഥങ്ങൾ നോക്കിയോ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടോ വീണ്ടും ഓർത്തു ചൊല്ലാൻ കഴിയും. പക്ഷേ ഒരിക്കൽ ആചാരപ്പിഴ സംഭവിച്ചു പോയാൽ അന്ധനന്റെ കുലം എന്നേക്കുമായി കെട്ടുപോവുക തന്നെ ചെയ്യുന്നു. മഹത്തുക്കളുടെ ആചാരനിഷ്ഠ ഒരിക്കൽ പോലും പിഴയ്ക്കുവാൻ പാടുള്ളതല്ല. കവി രമേശ് നായർ പറയുന്നത്, വേദം പിഴക്കിലും മോതിടാം, അന്ധന ആചാരം പിഴക്കിലോ അത് നാശം. വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. 134 കുറൽ. മറപ്പിനും ഓത്തുകളാലാകും പാർപ്പാൻ പിറപ്പൊഴുക്കും കന്റെ കെടും. വേദം പിഴക്കിലും ഓതിടാം, അന്തണാചാരം പിഴക്കിലോ നാശം. വേദം മറന്നുപോയാൽ നമുക്ക് പണ്ഡിതന്മാരോട് ചോദിച്ചോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ എടുത്ത് റെഫർ ചെയ്ത് പഠിച്ചോ അത് സ്വന്തമാക്കാം. എന്നാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ആചാരം അത് പിഴച്ചുപോയാൽ അത്തരക്കാരുടെ കുടുംബം നശിച്ചു പോവുക തന്നെ ചെയ്യും. മാത്രമല്ല, മഹത്തുക്കളുടെ ആചാരനിഷ്ഠ ഒരിക്കൽ പോലും പിഴയ്ക്കാൻ പാടില്ല. അത്രയ്ക്കും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രായം ചെന്നവരോട് കാട്ടുന്ന ഒരു രീതിയുണ്ട്. കുടുംബങ്ങളിലെ പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ പിഴയ്ക്കാൻ പാടില്ലാത്തതാണ്. പരസ്പര ബഹുമാനത്തോടെ മുതിർന്നവരോട് സംസാരിക്കുക. ഇങ്ങനെ ഒട്ടനവധി മേന്മയേറിയ ആചാരങ്ങൾ, പാലിക്കപ്പെടേണ്ടുന്ന ആചാരങ്ങൾ, അത് വിട്ടുപോകാൻ പാടില്ല. മകനോ മകളോ എത്രയോ ഉന്നതരായ തങ്ങളുടെ മാതാപിതാക്കന്മാര് തങ്ങളെക്കാൾ വിദ്യാഭ്യാസത്തിൽ പിറകിലാണെങ്കിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക തന്നെ വേണം. ഈ ഉന്നതൻ സമൂഹത്തിൽ അപമതിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുക. ഓവർ. മറപ്പിനും ഓർത്ത് കൊളലാകും പാർപ്പാൻ പിറപ്പൊഴുക്കും കുன்றക്കെടും. If the Veda is forgotten, it may be relayed, but this God's heritage spoils if rituals diminish. 135. ഖുറൽ 135. ഇവിടെ അഴുക്കാർ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അഴുക്കാർ എന്ന് പറഞ്ഞാൽ അസൂയ എന്നുള്ളതാണ്. അതിനെയാണ് അതിന് അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. അഴുക്കാറ് ഉടയാൻ കൺ ആക്കം போன்று இல்லை ஒழுக்கம் இலான் கண் உயர்வு. അഴുക്കാറ് ഉടയാൻ കൺ, അകസ്തനവും അസൂയാലുമായ ഒരുവന് ആക്കം പോன்று, ഐശ്വര്യം എന്ന പോലെ. അസൂയാല് അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണോ ഐശ്വര്യം വന്നു ചേരുന്നതോ അതുപോലെ, അല്ലെങ്കിൽ അസൂയ ആയ ഒരാൾക്ക് ഒരിക്കലും ഐശ്വര്യം വരില്ല എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. എന്ന പോലെ ഒഴുക്കമില്ലാൻ കണ്ണ്, ആചാരപ്പിഴ വരുത്തവന് ഉയർവില്ല.
അത്യുന്നതിയും ഇല്ല. അസൂയാലും സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കാനുള്ള സമയം മുഴുവനും അന്യരുടെ ഉയർച്ചയ്ക്ക് നേരെയുള്ള അസഹിഷ്ണുതയാക്കി ജന്മം കളയുന്നു. അസൂയയാല് അയാൾക്ക് എങ്ങനെയാണ് ഐശ്വര്യം ഉണ്ടാവുക? അതേപോലെ തന്നെയാണ് ആചാരങ്ങൾ പിഴയ്ക്കുന്നവരുടെ കാര്യവും. അവർക്ക് ഒരു വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവുന്നില്ല. ഫലമോ അവരിൽ നിന്ന് ഉണ്ടാവേണ്ട നന്മകൾ ബന്ധുക്കൾക്ക് ലഭിക്കാതാവുന്നു. അവരും പതപതിക്കുന്നു. ധനം ഇല്ലാതായപ്പോൾ സ്വഭാവ ഗുണമില്ലെങ്കിൽ ഉയർച്ചയും അകന്നു പോവും. അഴുക്കാറു ഉടയ്യാൻ കൺ ആക്കം ഒഴുക്കം ഇലാൻ കൺ ഉയർവു. ധനമില്ലാതെയായപ്പോൾ സ്വഭാവ ഗുണമില്ലെങ്കിൽ ഉയർച്ചയും അകന്നുപോകും. അസൂയാലു സ്വന്തം നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കാതെ അപരനിൽ അസൂയ പൂണ്ടിട്ട് സമയം പാഴാക്കി ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്വയം നശിക്കുന്നു. മാത്രമല്ല തന്നിലൂടെ സ്വന്തം കുടുംബത്തിനും ബന്ധുജനങ്ങൾക്കും ഉണ്ടാകേണ്ട ഉയർച്ച നഷ്ടപ്പെടുത്തുന്നു. ആചാരം പിഴയ്ക്കുന്നവരുടെ കാര്യവും ഇങ്ങനെ തന്നെ. ഇവിടെ ആചാരത്തെ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു വെക്കാനാണ് ആഗ്രഹിക്കുക. അസൂയാലുവായ ഒരുവൻ ചുമ്മാ കുത്തിയിരുന്ന് ഉന്നതിയിലേക്ക് പോകുന്നവരെ കുറ്റം പറയുന്നു. അവൻ ഗതി പിടിക്കുന്നില്ല, അവനും ഗതി പിടിക്കുന്നില്ല, അവന്റെ വീട്ടുകാരും ഗതി പിടിക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് ആചാരം പാലിക്കാതെ വന്നാൽ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ കവി പഠിപ്പിക്കുക. വേദപുസ്തകമായ ബൈബിൾ പഠിപ്പിക്കും, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പൗലോസ്ലീഹ പറയും, നേതൃത്വം നൽകുന്നവൻ അത് തീഷ്ണതയോടെ നൽകട്ടെ. അധ്വാനിക്കുകയും ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടവരാണ് മനുഷ്യർ. തീർച്ചയായിട്ടും അതിനുള്ള കഴിവ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ വളരെ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആചാര അനുഷ്ഠാനങ്ങൾ. ഓവർ. അഴുക്കാറ് ഉടയാൻ കൺ ആക്കം പോൻ ഇല്ലേ, ഒഴുക്കം ഇലാൻ കൺ ഉയർ. No prosperity for the jealous. Likewise, no progress in the life for the one sad. 136. 136. ஒழுக்கத்தின் ஒல்கார் புறவோர், இழுக்கத்தின் ஏதம் കടുവാക്ക അറിന്ത്. ഈ പദം എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പദം ആദ്യം എടുക്കുക, ഊരവോർ. ഊരവോർ എന്ന് പറയുകയാണെങ്കിൽ മനോനില തെറ്റാത്തവരായ വിവേകികൾ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തു കൂടാത്തത് എന്ന് തിരിച്ചറിവുള്ളവർ, അവരാണ് ഊരവോർ. അങ്ങനെയുള്ള ഉരവോർ ആദ്യത്തെ വാക്കെടുക്കുകയാണ്. ഒഴുക്കത്തിൻ, ആചാരത്തിൽ നിന്ന്, ഒൽഗാർ, ഒട്ടും വ്യതിചലിക്കുകയില്ല. ഇഴുക്കത്തിൽ, അപപ്രശ്നങ്ങൾ കൊണ്ട്, ഏതം, കുലഭ്രംശത്തിനിടയാക്കുന്ന പിഴകൾ, ഏതം പിഴകൾ, പടുപാക്ക്, സംഭവിക്കുന്നതിന് മുൻകൂട്ടി അറിയുന്നത്, കണ്ടറിഞ്ഞ്. ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്നവരും മനോനില തെറ്റാത്തവരുമായ വിവേകശാലികൾ ആചാര ഭ്രംശം
കുലഭ്രംശത്തിന് തന്നെ ഇടയാക്കുന്ന കുറ്റമാണെന്ന് കണ്ടറിഞ്ഞ് സദാചാര പാലനത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാതെ തങ്ങളെ തന്നെ കാത്തുരക്ഷിക്കുന്നു. ഒഴുക്കത്തിൻ ഒൽകാർ ഉരവോർ ഇഴുക്കത്തിൻ ഏതം കടുപ്പാക്കറിന്ത്. ഗുണദോഷമറിയും വിവേകികൾ ആചാരം അണുപോലും തെറ്റാതെ കാക്കും. ഒഴുക്കത്തിൽ ഒൽകാർ ഉരവോർ ഇഴക്കത്തിൽ ഏതം പടുപാക്ക അറിന്ത്. ഗുണദോഷമറിയും വിവേകികൾ ആചാരം അണുപോലും തെറ്റാതെ കാക്കും. ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്നവരും മനോനില തകരാറിലാകാത്തവരുമായ വിവേകശാലികൾ ആചാരഭ്രംശം കുലഭ്രംശത്തിന് ഇടയാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അണുവിട അതിൽ നിന്നും വ്യതിചലിക്കാതെ തങ്ങളെ തന്നെ സംരക്ഷിക്കുന്നു. വളരെ കടുത്ത ഒരു പ്രയോഗമാണ്. ആചാരം പാലിക്കാത്തവൻ സമനില തെറ്റിയവനാണ്, ഏതാണ്ട് അതുപോലെ കരുതണം എന്നൊക്കെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന, പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്ന ആചാരങ്ങൾ. ചിലത് കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുന്നുണ്ട്, എന്നാൽ ചിലതിനെയെല്ലാം നഖശികാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് കൃത്യമായി എത്തി നോക്കാൻ തയ്യാറാകുന്നത് ഈ മനോനില ശരിയാകുമ്പോഴാണ്. അതുകൊണ്ട് അണുവിട വ്യതിചലിക്കരുത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ ലഭിച്ചത് കൈമാറണം എന്നാണ് സൂചിപ്പിക്കുക. ഓവർ. ഒഴുക്കത്തിൽ ഉൽക്കാർ ഉരവോർ ഇഴുക്കത്തിൽ ഏതം പടുപാക്കാറിന്ത്. Steady-minded men, aware of the disaster by breaking ritual, never default it. ഇത് വന്നില്ല. വന്നില്ലേ? വന്നില്ല. സാറ് പറഞ്ഞു, ഞാൻ എടുത്തോളാം. കുറൾ 137. ഒഴുക്കത്തിൻ എഴുതുവർ മേന്മൈ, ഇഴുക്കത്തിൻ എഴുതുവർ എഴുതാപ്പഴി. വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിക്ക് സദാചാരത്തിന്റെ മേന്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഒഴുക്കത്തിൻ എഴുതുവർ മേന്മൈ. ആദ്യം ഒഴുക്കത്തിൻ, രണ്ടാമത്തെ വാക്ക് മേന്മ എഴുതുവർ. സദാചാരത്തിലുള്ളവർ മേന്മ നേടും. വളരെ ലളിതം. ഇഴുക്കത്തിൻ എഴുതുവർ എഴുതാപ്പഴി. ആ സദാചാരം പാലിക്കാത്തവർ എന്താണ് നേടുന്നത്? അത് അടുത്തതിൽ പറയുന്നുണ്ട്. കൊടും പഴിയായിരിക്കും അവർക്ക് വന്നു ഭവിക്കുക. ഇനി അർത്ഥം പറയാം. ഒഴുക്കത്തിൻ സദാചാര നിഷ്ഠ കൊണ്ട് മേന്മൈ ഐശ്വര്യത്തെ എഴുതുവർ പ്രാപിക്കും. ഇഴുക്കത്തിൻ ആചാര ഭ്രംശം കൊണ്ട് എഴുതാപ്പഴി തനിക്ക് വരേണ്ടതല്ലാത്ത കൊടും പഴി എഴുതുവർ ഏൽക്കും. എഴുതുവർ ഏൽക്കും. ആർക്കായാലും
കർശനമായ ആചാര പരിപാലനത്തിലൂടെ മാത്രമേ ഉയർച്ച കൈവരികയുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്കാകട്ടെ ചിലപ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിനുള്ള കൊടുതായ പഴി പോലും കേൾക്കേണ്ടതായി വരും. കവി രമേശ് നായർ പറയുന്നത്, ആചാര നിഷ്ഠന്മാർ മേന്മ നേടും, ദുരാചാരി കൊടും പഴിയേൽക്കും. രണ്ട് വരികളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പദങ്ങളാണ്. ആചാര നിഷ്ഠന്മാർ മേന്മ നേടും, ദുരാചാരി കൊടും പഴിയേൽക്കും. കുറൽ 137. ஒழுக்கத்தின் எய்துவர் மேன்மை, இழுக்கத்தின் எய்தா பழி. ആചാരനിഷ്ഠന്മാർ മേന്മ നേടും, ദുരാചാരി കൊടും പഴി ഏൽക്കും. ആർക്കായാലും സദാചാര പാലനത്തിലൂടെ മാത്രമേ ശ്രേയസ് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നിഷ്ഠയോടെ ഇത് പാലിക്കാത്ത ആളുകൾ ചിലപ്പോൾ ചെയ്യാത്ത തെറ്റിന് വഴി കേൾക്കേണ്ടിയും വരും. വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുക. അപ്പോൾ പുറത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ, ആക്രമണങ്ങൾ, അവയ്ക്കുള്ള ഒരു വലിയ പ്രൊട്ടക്ഷനാണ്, പരിരക്ഷയാണ് ഈ പറയുന്ന ആചാരങ്ങൾ. നമ്മളൊരു യാത്ര പോകുമ്പോൾ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് ആ യാത്രയ്ക്ക് ഒരു വലിയ കവചമായി തീരുകയാണ്, ഒരു വലിയ ആത്മവിശ്വാസമായി തീരുകയാണ്. സ്കൂളിലേക്ക് ഇന്റർവ്യൂവിന് ഒക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. മുതിർന്നവരുടെ കാലിൽ തൊട്ട് അല്ലെങ്കിൽ ആശാന്റെ കാലിൽ തൊട്ട് ഒക്കെ വന്ദിക്കുന്ന പതിവ് ഒരു വലിയ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ മറ്റുള്ളവരിൽ നിന്നുള്ള വാക്ശരങ്ങൾ നമ്മുടെ മേൽ പതിക്കാതിരിക്കാനും നമുക്ക് കാര്യങ്ങൾ സുഗമമായി ചെയ്യാനും, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നന്നായി ചെയ്യുമല്ലോ. ആ നന്നായി ചെയ്യുമ്പോൾ നമ്മുടെ മേൽ വലിയ പരാതികൾക്ക് ഇടം വരുന്നില്ല. ഇതാണ് ഈ ഖുർആൻ പാലിക്കുമ്പോൾ നമ്മെ ശക്തരാക്കുന്നത്, ധന്യരാക്കുന്നത്. ഓവർ. ഒഴുക്കത്തിൽ എയ്തുവർ മേന്മൈ, ഇഴുക്കത്തിൽ എയ്താൽ പഴി. By doing rituals, progress comes, and by breaking it, endless cuts occurs. 138. ഖുർആൻ 138. നന്ദിക്ക് വിത്താകും നല്ലൊഴുക്കം, തീയൊഴുക്കം என்றுം ഇടുമ്പൈ തരും. വളരെ ലഘുവായിട്ട് തന്നെ, ലളിതമായിട്ട് തിരുവള്ളുവർ പറയുന്നുണ്ട്. നന്ദിക്ക് വിത്താകും നല്ലൊഴുക്കം. ആദ്യം നല്ലൊഴുക്കം നന്ദിക്ക് വിത്താകും എന്ന് നമ്മൾ പദം പിരിച്ച് പറയാം. മൂന്നാമത്തെ വാക്ക് ആദ്യം വരുന്നത് നല്ലൊഴുക്കം നന്ദിക്ക് വിത്താകും. സദാചാര പാലനം ധർമ്മത്തിന്റെ വിത്തായി ഭവിക്കുന്നു. അതേസമയം ആ സദാചാരം ഇല്ലാതെ വന്നാൽ തീയൊഴുക്കം, ദുഷ്പ്രവർത്തികൾ കൊണ്ടുള്ള ആചാര ലംഘനം என்றுം ഏതു കാലത്തും ഇടുമ്പൈ, ദുഃഖം തരും, ഉണ്ടാക്കും. സദാചാരം എങ്ങനെയാണോ നന്മ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നന്മകൾ വിളയിക്കുന്ന ഒരു വിത്തായി മാറുന്നു, അതേപോലെ തന്നെ ആ ആചാര ലംഘനം അവന് മാത്രമല്ല വരുന്ന തലമുറയ്ക്കും ദുഃഖം ഉണ്ടാക്കി തരുന്നതായിരിക്കും.
നന്മയെയും ധർമ്മത്തെയും വിളയിക്കുന്ന വിത്താണ് സദാചാരനിഷ്ഠ. ധർമ്മം പരലോകത്തിലും ഹിതം തരുന്നതാകയാൽ സദാചാരനിഷ്ഠനായ ഒരുവൻ ഇഹപര പുണ്യങ്ങളും ഒരേപോലെ അനുഭവിക്കുന്നു. ദുരാചാരികൾ സദാചാരം ഭ്രംശം കൊണ്ട് പാപം മാത്രം വിളയിക്കുന്നവരാകയാൽ അവർക്ക് ഏതു കാലത്തും ഒഴിയാത്ത ദുഃഖം മാത്രമേ കൈവരൂ. കവി രമേശ് നായർ പറയുന്നത്, നന്മയ്ക്ക് വിത്താം സദാചാരം, ഭ്രംശമോ എന്നെന്നും ദുഃഖമേ നൽകൂ. നന്മയ്ക്ക് വിത്താകും നല്ലൊഴുക്കം, തീയൊഴുക്കം എന്നും ഇടുമ്പൈ തരും. നന്മയ്ക്ക് വിത്താം സദാചാരം, ഭ്രംശമോ എന്നെന്നും ദുഃഖമേ നൽകൂ. ധർമ്മത്തെയും നന്മയെയും വിളയിക്കുന്ന വിത്താണ് സദാചാരം. സദാചാരമെന്ന വിത്ത് മുളച്ചാലേ ധർമ്മവും നന്മയും നമ്മളിൽ നിന്ന് പുറത്തു വരൂ. സദാചാരനിഷ്ഠ ഇഹത്തിലും പരത്തിലും നന്മ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് അനുവർത്തിക്കുന്ന ഒരുവന് ഭൂമിയിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. സുഖമുണ്ടാകും, അപൂർവമായി ദുഃഖവും ഉണ്ടാകും. എന്നാൽ സദാചാര ഭ്രംശത്തിലായിരിക്കുന്നവൻ ഭൂമിയിൽ പാപം വിളയിക്കുന്നതിനാൽ ജീവിതകാലം മുഴുവൻ ദുഃഖവും അനുഭവിക്കേണ്ടി വരും. പാപം ചെയ്യുന്നവൻ അവസാനം വരെയും ദുഃഖത്തിൽ കഴിയും. പാപം ഗർഭം ധരിച്ച് വലിയ വിപത്തിനെയാണ് പ്രസവിക്കുന്നത്. പാപം കുഞ്ഞേ നീ ചെയ്യരുത്. ഓവർ. പ്രഭു സാറേ, right rituals becomes seed of virtue, while bad rituals give sorrows. Right rituals became seed of virtue, while bad rituals gives sorrow. நன்றிக்கு வித்தாகும் நல்லொழுக்கம், തീയൊഴുക്കം என்றுം ഇടുപ്പൈ തരും. ഓക്കെ സാർ. 139. ഇതുവരെ കവി പറഞ്ഞത് 1, 2, 3, 4, 5, 6, 7, 8. 8 1, 2, 3 സദാചാരം എന്തുകൊണ്ട് പാലിക്കണം എന്ന് അതിന്റെ മേന്മകളെ കുറിച്ചാണ് പറഞ്ഞത്. 4, 5, 6, 7 വരുമ്പോൾ അത് പാലിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന തിന്മകളെ കുറിച്ച് പറഞ്ഞു. ഈ 9, 10 ശരിക്കും സദാചാരത്തിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ആയിരിക്കും, അയാളെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ എങ്ങനെ ആയിരിക്കും എന്നൂടി സൂചിപ്പിക്കുന്നു. ഒഴുക്കം ഉടയവർക്ക് കൊല്ലാവേ തീയ വഴിക്കിയും വായാർ ചൊലൽ. ആദ്യം രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്കെടുക്കുകയാണ്. ഒഴുക്കമുടയവർക്ക് ഒല്ലാവെ തീയ വഴിക്കിയും വായാർ ചൊരൽ.
വഴുക്കിയും ഓർമ്മ പിശകായിട്ട് പോലും, വഴുക്കി നാവ് വഴുതി പോയി എന്ന് പറയുന്നത് പോലെ, ഓർമ്മ പിശകായിട്ട് പോലും തീയ ദുർവാക്കുകളെ വായാർ ചൊല്ലൽ, വായ്ചൊല്ലുകൊണ്ട് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുവാൻ പറ്റില്ല. ആർക്ക്? ഒഴുക്കമുടയവർക്ക്, സന്മാർഗികൾക്ക് ഒല്ല, സാധ്യമേ അല്ല. അതായത് സദാചാര നിഷ്ഠയിൽ നിൽക്കുന്നിടത്ത് അയാൾ അറിയാതെ പോലും നാവിൽ നിന്ന് ദുർവാക്ക് ഒന്നുപോലും പുറത്ത് വരികയില്ല. അപ്പൊ അത്രയ്ക്കാണ് സദാചാര നിഷ്ഠയിൽ നിൽക്കുന്നതിന്റെ ഒരു ഗുണം. സദാചാര നിഷ്ഠരായ മഹാത്മാക്കൾക്ക് ഓർമ്മപ്പിഴയിൽ പോലും ആചാര ഭ്രംശത്തിന് ഇടയാക്കുന്ന ഒരു ദുർവാക്ക് നാവിൽ തോന്നുകയില്ല, ആ ചിന്തയെ വരില്ല. അത്രയ്ക്ക് റിഫൈൻ അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത്, ശുദ്ധനായിട്ട്, വളരെ മനസ്സും പ്രവൃത്തിയും വാക്കും എല്ലാം നിർമ്മലമായ രീതിയിൽ ആയിരിക്കും ഈ സദാചാരത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരാൾ. സന്മാർഗചാരികൾക്ക് അറിയാതെ പോലും ഒരു ദുർവാക്ക് തോന്നില്ല നാവിൽ എന്ന് രമേശ് നായർ ധർമ്മ ചെയ്തു. ഒഴുക്കമുടയവർക്ക് വല്ലാവി തീയ വഴുക്കിയും വായാർ ചൊലൽ. സന്മാർഗചാരികൾ അറിയാതെ പോലും ഒരു ദുർവാക്ക് തോന്നില്ല നാവിൽ. സദാചാരനിഷ്ഠമായ പ്രവൃത്തി വളരെ നിഷ്ഠയോടെ പാലിക്കുന്ന ആള് മഹാത്മാവാണ്. ഇങ്ങനെ മഹാത്മാവായ ആളിന്റെ ഓർമ്മ പിശകിൽ പോലും ഒരു തെറ്റ് നാവിൽ നിന്നും അറിയാതെ ദുർവാക്കായി സംഭവിക്കുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സദാചാരനിഷ്ഠമായ അകവും പുറവും ഇന്ന് പലർക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ, മറവി രോഗങ്ങൾ ഒക്കെ സംഭവിക്കുന്നു. ആ സമയത്ത് പോലും വായിൽ നിന്ന് ഒരു പിഴവാക്ക് വരില്ല. ഇതേപോലെ നിഷ്ഠയായി കാര്യങ്ങൾ ജീവിച്ചു പോകുന്ന ആളിന്. അപ്പോൾ ഈ കാലയളവിൽ നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധയുണ്ടായിരിക്കാം. ആർക്കാണ് എപ്പോഴാണ് മറവി രോഗമോ അത്തരം അസ്വസ്ഥതകൾ പിടിപെടുന്നതെന്നൊന്നും ഇന്ന് പ്രവചിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ നാവ് സരസ്വതി വളരെ നന്നായിരിക്കാൻ, നന്നായി തന്നെ ആചാരങ്ങളെ മുറുകെ പിടിക്കണമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. ഓവർ. ഒഴുക്കമുടയവർക്ക് ചൊല്ലാവേ തീയ വഴുക്കിയും വായാർ ചൊല്ലൽ. Good and pious cannot utter bad words even by mistake. 140. ഖുർആൻ 140 സദാചാരത്തിന്റെ മേന്മയെയും അത് പാലിക്കാതിരിക്കാനുള്ള തിന്മയെയും കുറിച്ച് പറഞ്ഞ കവി തിരുവള്ളുവർ അവസാനമായിട്ട് സദാചാരത്തിന്റെ മേന്മയെ ഒന്നുകൂടി സ്ഥാപിക്കുകയാണ്. അത് പാണ്ഡിത്യം ഉണ്ടായിട്ട് കാര്യമില്ല. ആ പാണ്ഡിത്യം ഉള്ളവർ ലോകത്തോട്, സാമാന്യ ജനങ്ങളോട്, അവിടെ ആചാരങ്ങളോട് ഒട്ടി ചേർന്ന് ഇഴകി വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ അവർ നേടിയ ആ വിദ്യാഭ്യാസം കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ഒരു നന്മയും ഇല്ല എന്ന് കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉലകത്തോട് ഒട്ട ഒഴുകൽ,
പലകറ്റും കല്ലാർ അറിവിലാതാർ. ഉലകത്തോട് ലോകത്തിന്റെ അപ്പപ്പോഴുള്ള ഗതി വിഗതികളോട് ഒട്ട യോജിച്ച് ഒഴുകൽ ജീവിക്കുന്നതിനെ പറ്റി കല്ലാർ അറിയാത്തവർ പലകറ്റും പല പല ഗ്രന്ഥങ്ങൾ പഠിച്ചവരായാലും വിദ്വാൻമാരായാലും അറിവില്ലാതാർ വിവേക ശൂന്യന്മാർ തന്നെ. ലോകത്തിന്റെ അപ്പപ്പോഴുള്ള ഗതി വിഗതികളോട് യോജിച്ച് ജീവിക്കുന്നതിനെ പറ്റി അറിയാത്തവർ പല പല ഗ്രന്ഥങ്ങൾ പഠിച്ചവരായാലും വിവേക ശൂന്യന്മാർ തന്നെ. ഗ്രന്ഥങ്ങൾ പലതും പഠിച്ചിരിക്കാം, പക്ഷേ ലോകഗതിക്ക് ഇണങ്ങി അനുയോജ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തി സംഘർഷരഹിതമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പഠിച്ചത് കൊണ്ട് എന്തു പ്രയോജനം? അറിയേണ്ടതെന്തോ അത് അറിയാത്തത് കൊണ്ട് അത്തരക്കാർ തികഞ്ഞ അവിവേകികൾ തന്നെ ആയിരിക്കും. രമേശ് പറയുന്നത് പറ്റൂ സാർ. ഓക്കെ, അല്ല പറഞ്ഞു, അതല്ല പോസ്റ്റർ പോയി. പോസ്റ്റർ പലതും പഠിച്ചാലും ആ വിവേകികൾ തന്നെ ഉലകോട് ഇണങ്ങി വാഴാത്തോർ. സാർ ആ പോസ്റ്റർ കൂടെ ഒന്ന് ഇടാമോ? സാറേ, കറണ്ട് സപ്ലൈ പോയി. ഓക്കെ, അപ്പൊ എനിക്ക് പലത് പഠിച്ചാലും അവിവേകികൾ തന്നെ ഉലക്കോട് ഇണങ്ങി വാഴാൻ തോന്നും. അതെ, 110 കുറൽ ഗ്രന്ഥങ്ങൾ 140 140 ഗ്രന്ഥങ്ങൾ പലത് പഠിക്കുകയും വലിയ വിദ്യാഭ്യാസം ഉണ്ടാവുകയും, അതായത് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടാവുകയും ചെയ്തിട്ട് ഈ ലോകത്തിന്റെ ഗതി എന്താണെന്ന് മനസ്സിലാക്കി സദാചാര നിഷ്ഠ പാലിക്കുന്നില്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? ബൈബിളിൽ ചോദിക്കുന്നുണ്ട്, കാർമേഘം ഉയർന്നു പൊങ്ങുമ്പോൾ നിങ്ങൾക്ക് കാലഗതികളൊക്കെ നിർണയിക്കാൻ അറിയാം, പറയാനറിയാം. തെക്കൻ കാറ്റടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ വരാനിരിക്കുന്ന വിപത്ത് എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കാള തന്റെ യജമാനെയും കഴുത തന്റെ ആ ഉടയവനെയും ഒക്കെ തിരിച്ചറിയുന്നു, എന്നാൽ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. സംഘർഷരഹിതരായി ജീവിക്കാൻ അറിയാത്തവർ അറിയേണ്ടതറിയാതെ അവിവേകികളായി എക്കാലവും തീരുക തന്നെ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ യഥാർത്ഥമായത് പാലിക്കുക. അനേകരെ മനസ്സാന്തരപ്പെടുത്തിയിട്ടുള്ള വളരെ ശക്തമായ ഒരു ബൈബിൾ വാക്യമാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ഗ്രന്ഥങ്ങൾ പലത് പഠിക്കുകയും വിദ്യാഭ്യാസം ഉണ്ടാവുകയും ചെയ്തിട്ട് ഈ ലോകത്തിന്റെ പോക്ക് കണ്ട് മനസ്സിലാക്കി നീ സദാചാര നിഷ്ഠ പാലിക്കുന്നില്ലെങ്കിൽ നിന്റെ ഈ പഠനം കൊണ്ട്, സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് പ്രയോജനം? വ്യക്തികൾ സംഘർഷഭരിതരാണ്, രാജ്യങ്ങൾ സംഘർഷഭരിതമാണ്, സമൂഹം സംഘർഷഭരിതമാണ്. ഇതിനു വേണ്ടിയാണോ ഇതെല്ലാം പഠിച്ചത്? സയൻസ് പഠിച്ചവൻ പഠിച്ച വിദ്യാലയത്തിന് തന്നെ വെക്കാനുള്ള ബോംബ് നിർമ്മിക്കുന്നു. ഭാഷ പഠിച്ചവൻ അശ്ലീല സാഹിത്യവും രചനയും നിർവഹിക്കുന്നു. കണക്ക് പഠിച്ചവനോ കള്ളക്കണക്ക് എഴുതാൻ വേണ്ടി അത് പ്രയോഗിക്കുന്നു. എന്താണ് ഈ വിദ്യാഭ്യാസത്തിന് അർത്ഥമെന്ന് ചില പണ്ഡിതന്മാർ നമ്മോട്
ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സംഘർഷരഹിതമായി ജീവിക്കാൻ അറിയാതെ നമ്മൾ ജീവിച്ചാൽ അവിവേകികളായി എക്കാലവും തീരാൻ ആണ് സാധ്യത. ഇത് വളരെ പ്രസക്തമായ 10 ഖുർആൻ ഇന്നത്തെ ഈ സദാചാരം എന്ന് പറയുന്ന മനോഹരമായ അധ്യായത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു വച്ചു. ചിലതെല്ലാം കേൾക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതാണോ എന്ന് ചിലർ സംശയിക്കുകയോ നെറ്റിചുളിക്കുകയോ ഒക്കെ ചെയ്താലും മനുഷ്യൻ വലിയ ഉത്തുംഗ ശൃംഗത്തിലാണെന്ന് പറയുമ്പോഴും അവനെ വേട്ടയാടുന്ന നിരവധി പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല രോഗങ്ങളെയും കീഴ്പ്പെടുത്തിയെന്ന് പറയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടു എന്ന് പറയുമ്പോഴും വേറെ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ആ പ്രശ്നം തന്നെ പുതിയ രൂപത്തിൽ വരുന്നു. നമുക്ക് കുറേയധികം പഴമയുടെയും സദാചാരത്തിൻ്റെയും ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, അവയൊക്കെ മുറുകെ പിടിക്കാൻ ഈ അധ്യായം സഹായിച്ചുവെങ്കിൽ അതാണ് ഇതിൻ്റെ മേന്മ. മോഹൻ സാറിന്, ഈ പ്ലാറ്റ്ഫോമിന് വലിയ നന്ദി. താങ്ക് യു വെരി മച്ച്. ഉലകത്തോട് ഒട്ട ഒഴുകൽ പല കറ്റും കല്ലാർ അറിവില്ലാതാൻ. Lorate who do not know how to behave with scholars are illiterate. Okay, thank you, sir. Mohandas sir. സാറേ, അടുത്ത ആഴ്ചയിലെ അധികാരം പിറനിൽ വിഴയാമൈ. അന്യന്റെ സമ്പത്തിനെ അല്ല ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിന്റെ പത്നിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ധമായ കാമത്തിന് വിധേയനായി അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നതിനെ എതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ഈ അധികാരത്തിൽ. സദാചാര ചിന്തയ്ക്ക് തൊട്ടടുത്തതായി ഈ അധികാരം ചേർത്തിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. അപ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സദാചാരത്തിന്റെ മേന്മ പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അന്യന്റെ ഭാര്യയിൽ നാം ആഗ്രഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം തിരുവള്ളുവർ പറയുന്നുണ്ട്. ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഏവർക്കും നമസ്കാരം, നന്ദി. സാറേ, ഇനി ചോദിക്കാം സാറേ, വല്ലവരും അഭിപ്രായങ്ങൾ ചോദിക്കാൻ? സാബു സാറിന്റെ അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടും സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആയിരിക്കും. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഒക്കെ ഉള്ളവർക്ക് പറയാം. പ്രതികരിച്ചു തുടങ്ങാം. സാറേ നമസ്കാരം. രമാവതി മാഡം പറയാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കയറുന്നത് സാറേ. സോറി, കാരണം ഒത്തിരി തിരക്കുണ്ടാകുമ്പോൾ കയറാൻ പറ്റാറില്ല. 3 പേരും ചേർന്ന് നല്ല രീതിയിൽ ഇത് ക്ലാസ് എടുത്തു. വളരെ നന്നായിട്ടുണ്ട്. ജോഷ് സാറിനിപ്പോ ചിലപ്പം പറയാം എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയും, പക്ഷെ സാറ് എത്ര ഉണ്ട് അതിലുള്ള ആത്മാർത്ഥത എന്ന് ഞാൻ വിചാരിക്കുന്നത്. ജോഷ് സാർ താങ്ക് യു സാർ. 2-3 പേർക്കും താങ്ക്സ്. പിന്നെ ഇതിപ്പോ ഈ സദാചാരം എന്ന് പറയുമ്പോൾ സാറല്ലേ, നമ്മളെ വീട്ടിൽ നിന്ന് അല്ലെ നല്ല കാര്യങ്ങള് വീട്ടിൽ നിന്ന് പഠിക്കണം എന്ന് പറയല്ലേ. നമ്മളെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഇത് അച്ഛനമ്മയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കുട്ടികൾ വളരുമ്പോ എല്ലാ കാര്യങ്ങളും കുടുംബത്തിന്റെ പിന്നെ തറവാടൊക്കെ ഉണ്ടാവില്ലേ സാറേ, അതെല്ലാം പറഞ്ഞു കൊടുക്കുക മാത്രല്ല, ഈവൻ നമ്മളിപ്പം കുട്ടികളെ വിളിക്കുമ്പോ, മോനെന്ന് വിളിക്കുമ്പോ എന്നുള്ള ഒരു വിളി ആണെങ്കിൽ എപ്പോ കിട്ടിയ അടിയെന്ന് പറഞ്ഞാൽ മതി. ആ ഓന്നുള്ള വിളി കേൾക്കൽ മാത്രമേ വേണ്ടൂ നമ്മളെ വീട്ടില്. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സാറേ. അപ്പൊ അത് പറയുമ്പം
കുട്ടികൾ വളരുമ്പോ പഠിപ്പിക്കേണ്ട കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കുട്ടികൾ. നമ്മള് രക്ഷിതാക്കളെ കണ്ടിട്ടാണ് അധികം പഠിക്കുന്നത്. അപ്പം നമ്മള് വർഷത്തിലും തറവാട്ടിൽ നടക്കുന്ന ആ ഫംഗ്ഷനിലെല്ലാം അവരെ ഭാഗവാക്കാക്കുക. അത് ആചാരം കൊള്ള, അതായത് ആചാരം കൊള്ള എന്ന് വെച്ചാല് ഒരാള് കാരണവരും ഒരാള് വെളിച്ചപ്പാടും ഉണ്ടാവും. അപ്പൊ അവരാണ് നമ്മളെ കുടുംബത്തിനെ നയിക്കുന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അവര് നല്ല രീതിയിൽ പോയാലേ കുടുംബത്തിൽ മൊത്തം ആൾക്കാർക്ക് അതിന്റെ നല്ല ഗുണം കിട്ടുള്ളൂ. അതില് സാറന്മാര് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാല് മൊത്തം എവിടെയെങ്കിലും ഒന്ന് എഴലിക്കുന്നതാണ്. അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് വലിയൊരു സംഗതിയാണ്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവര് ഏറ്റെടുത്തതും കൂടിയാണ്. ഇല്ലെങ്കിൽ പിന്നെ നോ പറയാം അവർക്ക്. അപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് ഒരു ഉദാഹരിക്കാനുള്ളത്, എന്റെ ഹസ്ബൻഡിന്റെ ഒരു തറവാടുണ്ട് കാഞ്ഞങ്ങാട്. പണ്ട് ആ തറവാട് കയ്യിലുണ്ടായിരുന്ന ആൾക്കാര് വെള്ളം അടിച്ചിട്ട് ആ തറവാട് ചെറിയ പൈസക്ക് കൊടുത്തു സാറേ. വെള്ളം അടിച്ചിട്ടാകുമ്പോ ആ സ്ഥലം മൊത്തം പോയി. അപ്പൊ ചെറിയ പൈസക്ക് കൊടുത്ത് അതില് വാളും ഇതൊക്കെ പണ്ട് തറവാടില് പരിപാടി നടന്നുകൊണ്ടിരുന്നായ തറവാടാണ്. അപ്പൊ നോക്കുമ്പം ഈ വാളും ഇതൊക്കെ ആ തറവാട്ടിൽ ഇങ്ങനെ പഴയ വീട്ടിലുണ്ട്. അപ്പൊ നാട്ടുകാർക്ക് അതൊരു പ്രശ്നമായി. നാട്ടുകാർ പറയാൻ തുടങ്ങി, പിന്നെ ഇതില് രാത്രി സന്ധ്യ ആകുമ്പോ അവിടുന്ന് ഒരു ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട് ആ വീട്ടിനകത്തുനിന്ന്. അപ്പം ആ എടുത്തവരാണെങ്കിൽ അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൂടാന്നാണ് നമ്മളെ യോഗ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ എടുത്തവർക്കാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് അവര് നിരുപാധികം ഇവരെടുത്ത് വരികയാണ് ഈ കുടുംബത്തില്, അമ്മയുടെ അടുത്ത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് തിരിച്ചെടുക്കണം, ഒരു നയാ പൈസ നിങ്ങൾക്ക് തരണ്ട, പക്ഷെ അവിടെ പണ്ട് നടത്തിയിരുന്ന പോലെ ആഘോഷങ്ങൾ നടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ ഇപ്പൊ 3 വർഷത്തേക്ക് ഒരിക്കൽ എല്ലാ തെയ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ സദാചാരത്തിന്റെ ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ മനസ്സിൽ തട്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യെസ്, ഇനി ആരാ പറയുന്നേ? റോയ് സാർ പറഞ്ഞോ. യോർ സാർ, റോയ് സാർ. അടുത്ത ആഴ്ചത്തേക്ക് പറഞ്ഞല്ലോ അല്ലെ? അടുത്ത ആഴ്ചത്തെ ചാപ്റ്റർ പറഞ്ഞല്ലോ, മുന്തസ് സാർ പറഞ്ഞല്ലോ. അതെ, ഇതാണ് പരസ്ത്രീ സംഗമ വിലക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. എനിക്കാണ് ഇവിടെ കറണ്ടും ഇല്ല, ഒന്നും മൊബൈൽ വരെ ഓഫായി പോയി. വെരി ഗുഡ്. അതിനാ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു? വീട്ടിലല്ല, ഫ്ലാറ്റ് ആണ്. അപ്പൊ അതിനെന്തോ ഒരു വോൾട്ടേജ് പ്രശ്നം വന്നിട്ടുണ്ട്, എന്നാന്ന് അറിയില്ല. എസ് വന്ന് നോക്കണം, എന്തോ ഒരു ഷോർട്ടിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാറേ, ഗുഡ് ഈവനിങ്. പറയൂ സാർ. വളരെ നല്ല ഈ സദാചാരത്തിന്റെ പര്യായം, വാസ്തവത്തിൽ പറഞ്ഞാൽ സഭ്യതയുടെ ഒരു രൂപാന്തരം, മറ്റൊരു വിധത്തിൽ പറയാമെന്ന് എനിക്ക് തോന്നിപ്പോവാം. അസഭ്യമായ ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ ഈ സദാചാര വിരുദ്ധർ എന്ന് പറയുന്ന അതാണല്ലോ. അസഭ്യതയുടെ അപ്പുറത്ത് ഉള്ള ഒരു ഇത് തന്നെ തോന്നി പലപ്പോഴും. അതെ, എത്രയോ ശരിയാണ് പറയുന്നത്. നാട്ടിലിപ്പോ പറഞ്ഞതുപോലെ പല തറവാടുകളിലും അല്ലെങ്കിൽ പല വ്യക്തികളുടെ പെരുമാറ്റങ്ങളിലും ഈ രൂപാന്തരവും ഇതിന്റെ ഫലവും തിക്തഫലവും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. വളരെ ശരിയാ. ഈ തിരുക്കുറളിൽ എഴുതി വെച്ചിരിക്കുന്ന ആ മഹത്വങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും എത്രയോ വലുത് എന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാമെന്ന് ആശിക്കുന്നു. അതും ഇതിനേക്കാളും ഒട്ടും മോശമല്ലാത്ത വിഷയം. ഓക്കെ സാറേ, സാർ, ജോഷി സാർ, സാബു സാർ, മോർ താങ്ക്സ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.